എത്ര കണ്ടാലും മലയാളി പഠിക്കില്ല എന്നത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ദുരന്തങ്ങൾ നാടിനെ നടുക്കുമ്പോഴും നാടും നഗരവും ഗ്രാമങ്ങളും ഓർമ്മയാകുമ്പോഴും നാം പഠിക്കില്ല. എന്തു ചെയ്യാം? നാടിനെ നശിപ്പിക്കുന്ന ക്വാറികളേക്കാൾ അപകടകരമാണ് നമ്മുടെ നാട്ടിലെ ചെങ്കൽപ്പണകൾ. ഇവയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിയ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അതിഭീകരമായ അവസ്ഥയാണ്. ഞങ്ങൾ പാടിയോട്ടുചാലിനടുത്ത് വങ്ങാട് ചെങ്കൽപ്പണയ്ക്കടുത്താണ് എത്തിയത്. അവിടെ കാണാൻ കഴിഞ്ഞത് വലിയ വെള്ളക്കെട്ടുകളാണ്. ചെങ്കൽപ്പണകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മണ്ണിട്ട് മൂടണമെന്നാണ് സർക്കാർ നിർദ്ദേശം. മാത്രമല്ല, മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് ചുറ്റും സംരക്ഷണ വേലി കെട്ടി സംരക്ഷിക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്. ഇതൊക്കെ പാടെ അവഗണിച്ചാണ് ഇവിടങ്ങളിൽ ചെങ്കൽപ്പണകളിലെ വെള്ളക്കെട്ടുകൾ. 50ഉം 100ഉം ചതുരശ്ര മീറ്റർ വലിപ്പത്തിലാണ് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത്. ആഴം കണ്ടെത്തുക എന്നത് എളുപ്പവുമല്ല. ഇതിനടുത്തുകൂടിയുള്ള റോട്ടിലൂടെയാണ് തൊട്ടടുത്ത് വൈക്കര സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നത്. ഈ വെള്ളക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ, ഒന്ന് കാൽ വഴുതിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത്തരത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന വെള്ളക്കെട്ടുകൾ പലതുണ്ട് ഈ പ്രദേശത്ത്. കല്ല് കൊത്തിത്തീർന്ന് ഉപേക്ഷിച്ചു പോയ പണകളാണ് അധികവും ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ളത്. ഇത് വേണ്ടപ്പെട്ട അധികാരികൾ കാണാഞ്ഞിട്ടല്ല, കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തു ചെയ്യാം? അപകടം സംഭവിച്ചതിന് ശേഷം പ്രതികരിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്ന പതിവ് ഗിമ്മിക്കല്ലാതെ ഒന്നും നടക്കില്ല എന്ന വസ്തുതയും നാട്ടുകാർക്കറിയാം. എങ്കിലും ഒരു നാട്ടുകാരൻ്റെ പ്രതികരണം ഇങ്ങനെ: വലിയൊരു അപകടം പറ്റുന്ന നേരത്താണ് വലിയൊരു കാഴ്ചയാണ്. ഇങ്ങനെയും ഇപ്പം പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം നമ്മളെ കാത്ത് ഇങ്ങനെ അങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ അങ്ങോട്ടുള്ളവരെ വിളിക്കുന്ന പോകുന്നു. അങ്ങനെ ഒരു പേടി പ്രശ്നമായിട്ട് ഇതില്ല. ഇത് എവിടെ വെച്ച് വീതി കെട്ടാൻ പറ്റുമെന്നെല്ലാം പറഞ്ഞ് ഒരു വേദിയില്ല, ഒന്നുമില്ല. ഇതിങ്ങനെ പ്രശ്നമൊന്നുമില്ല. എത്ര ആളുകൾ രാത്രിയെല്ലാം ഒരുപാട് ആൾക്കാർ പോകുന്ന വഴിയില്ല. ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ സാധാരണ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു ഒഴിപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു അപകടം പറ്റാൻ നേരത്ത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞാൽ തന്നെയാണ്. പക്ഷേ ഞാനേക്ക് ഇല്ല, ബാക്കി എല്ലാവരും ചോദിച്ചാൽ തന്നെയാണ് പറയുന്നത്. ഇതൊരു അപകടമായിട്ടുള്ള വീട് അങ്ങനെയെങ്കിലും വെള്ളം കാണുന്നത് വലിയ കാഴ്ചയുടെ പണിയുമില്ല. അത് അങ്ങ് ആടിയുണ്ട്, അങ്ങ് അവിടെയുണ്ട് വലിയ പടം. അന്നേരം മുറിച്ചിട്ട് അവർ പറഞ്ഞ് ലെവലാക്കുന്നെല്ലാം പറഞ്ഞിട്ടാണ് അന്നേരം മുറിക്കുന്നു. അവർ മുറിച്ചിട്ടൊന്ന് പോയി ഒരു നാട്ടുകാരൻ്റെ വീട്ടിൽ തിരിഞ്ഞ് മുറിക്കുന്നു. ഈ പറയുന്നതൊക്കെ സത്യമാകുമെന്ന് പിന്നീട് മനസ്സിലാകുമ്പോഴേക്കും നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ട് കാണും.